എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാമചന്ദ്ര, ബോസ് ആൻഡ് കോ, ബസൂക്ക, എന്നുസൊന്നു പുണ്യാളൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് രാമചന്ദ്ര, ബോസ് ആൻഡ് കോ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. നിവിൻ പോളി, മമിത ബൈജു തുടങ്ങിയവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് പേരും രാമചന്ദ്ര, ബോസ് ആൻഡ് കോയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈം ആണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് മാർച്ച് 27 അല്ലെങ്കിൽ സർപ്രൈസ് ആയി വരാൻ ചാൻസ് കൂടുതലാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെ സിനിമയായതുകൊണ്ട് ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരം തന്നെ ബസൂക്കയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയെ പറ്റിയാണ്. പ്രദീപ് രംഗനാഥൻ നായകനായ സിനിമയിൽ കീർത്തി ഷെട്ടിയാണ് നായികയായി എത്തിയിരിക്കുന്നത്. ഒരു റൊമാൻറ്റിക് സയൻസ് ഫിക്ഷൻ കോമഡി സിനിമയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. ഭാവിയിലെ ലോകത്തിലെ ഒരു യുവാവ് തന്റെ പ്രണയം കണ്ടെത്താൻ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സിനിമയിലുടനീളം പറയുന്നത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ആപ്പിൽ ആദ്യ വാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വിഷ്ണു വിനയസം എന്ന സിനിമയെ പറ്റിയാണ്. റെബേക്ക മോനിക്ക ജോൺ നായികയായി വരുന്ന ഈ ഒരു സിനിമ യുവാവിന്റെ ജീവിതം ജാതകമനുസരിച്ച് പോകുന്നതാണ് പറയുന്നത്. അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് കൂടുതലും പറയുന്നത്. ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് അവസാന വാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് തായ് കിളവി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ രാധിക ശരത് കുമാറാണ് നായികയായി എത്തിയിരിക്കുന്നത്. ഫാമിലി ഡ്രാമയാണ്. വില്ലേജിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഒരു ശക്തമായ അമ്മയുടെ ജീവിതമാണ് സിനിമയിലുടനീളം പറയുന്നത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് C5 ആമസോൺ പ്രൈമോ ആയിരിക്കാം. ഈ ഒരു മാസം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. നിതാ പിള്ളൈ, പ്രണീത സുഭാഷ്, ദിലീപ്, അജ്മൽ അമീർ എന്നിവരാണ് പ്രധാന കഥാപാത്രമായി ഈ ഒരു സിനിമയിൽ എത്തിയിരിക്കുന്നത്. തങ്കമണി ഒരു റിയൽ ഇൻസിഡന്റ് അടിസ്ഥാനമാക്കിയാണ് കഥ പറയുന്നുള്ളത്. 1980കളിൽ കേരളത്തിൽ നടന്ന ഒരു പോലീസ് കേസും അതുമായി ബന്ധപ്പെട്ട ഗ്രാമത്തിലെ ആളുകളെ അനുഭവിച്ച അനീതിയുമാണ് പറഞ്ഞു പോകുന്നുള്ളത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് C5 ആണ്. C5ൽ മാർച്ച് പകുതിയോടെ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരം തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. അനുമോഹൻ, ഷൈജു കുറുപ്പ്, ഷമ്മി തിലകൻ എന്നിവരും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വിലയേറിയ ഒരു മരത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവമാണ് ഈ ഒരു കഥയിലുടനീളം പറയുന്നത്. ആമസോൺ പ്രൈം ആണ് വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ ആദ്യ വാരം തന്നെ വിലായത്ത് ബുദ്ധയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ പറ്റിയാണ്. തമന്ന പാട്ടിയാണ് ഈ ഒരു സിനിമയിലെ നായികയായി വരുന്നത്. ഒരു ഫിലിം മേക്കർ പഴയ ബോളിവുഡ് നടിയുടെ ആത്മഹത്യയുടെ പിന്നിലെ രഹസ്യമാണ് അന്വേഷിച്ചു പോകുന്നുള്ളത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈം ആണ്. ഈ മാസം അവസാനം തന്നെ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഓ റോമിയോ എന്ന സിനിമയെ പറ്റിയാണ്. ഷാഹിദ് കപൂർ, പൂജ ഹെഗ്ഡെ, സഞ്ജയ് കപൂർ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നായകൻ ഒരു ഗാങ്സ്റ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. ഈ ഒരു കഥയെ അടിസ്ഥാനമാക്കിയാണ് ഓ റോമിയോ സിനിമ മുന്നോട്ട് പോകുന്നുള്ളത്. ആമസോൺ പ്രൈം ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കൈവ എന്ന സിനിമയെ പറ്റിയാണ്. തൻവീര, മേഘ ഷെട്ടി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 1980കളിൽ ബാംഗ്ലൂരിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് C5 ആണ്. മാർച്ച് അവസാന വാരം കൈവ C5ൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് കാസർഗോഡ് എംബസി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ കോമഡി സ്ട്രൈപ്പ് മൂവിയാണ്. ഗൾഫിൽ പോകാൻ സ്വപ്നം കാണുന്ന ചില യുവാക്കൾ കാസർഗോഡിൽ നിന്നും ഫോറിൻ പോകാൻ ശ്രമിക്കുന്നവരെ പറ്റിയാണ് ഈ ഒരു സിനിമ പറയുന്നത്. ആസിസ് നെടുമ്പങ്ങാട്, നീരജ് മാധവ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മർദാനി 3 എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായ ക്രൈം അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറാണ് ഇതിലെ നായികയായി വരുന്നത്. സസ്പെൻസും ഇൻവെസ്റ്റിഗേഷൻ ആക്ഷനും മിക്സ് ആയ ഒരു സിനിമയാണ് ഇത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് 27 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം OTTക്ക് വേണ്ടി ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.